ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ബത്ത എന്ന സ്ഥലത്താട്ടോ. ഇവിടെ റിയാദിലെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമാണ് ബത്ത. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. കാരണം ഇവിടെയാണ് എല്ലാവരും തന്നെ സാധനങ്ങൾ വാങ്ങിക്കാനും പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. കാരണം പ്രത്യേകിച്ച് നാട്ടിലൊക്കെ പോണ സമയത്ത് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാനായിട്ട് എല്ലാവരും ഇവിടെയാണ് വരുന്നത്. പക്ഷെ ഒരു പ്രശ്നം എന്നുള്ളത്, ഈ ഒരു സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 6 മണി കഴിഞ്ഞപ്പോഴാണ്. ഈ ഒരു സമയം ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും, എല്ലാവരും ജോലി കഴിഞ്ഞ് പോണ സമയമൊക്കെ. അപ്പം ഞങ്ങൾ ഈ ഒരു സിഗ്നലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 55 മിനിറ്റായി. ഒരു 7:20 ആയപ്പോഴാണ് ഞങ്ങൾ മെല്ലെ സിഗ്നൽ കടന്ന് നമ്മൾ ബത്ത സ്ട്രീറ്റിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നവരുടെ പ്രയോജനം വെച്ചാൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. അതായത് ചെരുപ്പ് കട, തുണിക്കട, ഹോം അപ്ലയൻസസ്, ഹോട്ടൽ, റീചാർജ് കട, അതുപോലെ മിഠായി കട എല്ലാം അടുപ്പിച്ചാട്ടോ. പ്രത്യേകിച്ച് നാട്ടിലൊക്കെ പോകാനായിട്ട് നമുക്ക് മിഠായിയൊക്കെ വാങ്ങിക്കണമെങ്കിൽ കിലോ കണക്കിന് തൂക്കിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് വിലക്കുറവും വ്യത്യാസമൊക്കെ വരും കേട്ടോ. അങ്ങനെയുള്ളപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ടാണ് മിഠായിയൊക്കെ വാങ്ങിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ നാട്ടിലേക്ക് പോകുമ്പം വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ നമുക്ക് ഒരുമിച്ച് വാങ്ങിക്കാനായിട്ട് കിട്ടും. എന്നുവെച്ചാൽ നമ്മൾ നാട്ടിലൊക്കെ പള്ളിപ്പെരുന്നാളിനും അമ്പലത്തെ ഉത്സവത്തിലൊക്കെ ഈ വെച്ചുപണി കടകളൊക്കെ വരത്തില്ല, 5 രൂപ കട, 10 രൂപ കട എന്നൊക്കെ അടുപ്പിച്ച്. അതുപോലെ ഇവിടെ ഓരോ ഷോപ്പിനോട് ചേർന്നാട്ടോ മറ്റ് ഷോപ്പുകളെല്ലാം നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ വേറൊരു കാര്യം എന്നുള്ളത്, നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ്. വണ്ടി നമുക്കിങ്ങനെ റോഡ് സൈഡിലൊന്നും നമ്മുടെ നാട്ടിൽ പാർക്ക് ചെയ്തിട്ട് പോകുന്ന പോലെ പാർക്ക് ചെയ്തിട്ടൊന്നും പോകാനായിട്ട് പറ്റില്ല കേട്ടോ. എവിടെയെങ്കിലും സേഫായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ശേഷമെങ്കിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ വണ്ടി എല്ലാവരും തന്നെ പാർക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ് നെക്സ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ പാർക്കിങ്. നെക്സ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സംഭവം എളുപ്പമായി. പക്ഷേ നെക്സ്റ്റോ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് തന്നെ വളരെ സമയം എടുത്തു കേട്ടോ. ഞങ്ങൾ കുറേ തവണ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു 25 മിനിറ്റിൽ ഗൂഗിൾ മാപ്പ് വെച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എവിടെയാണ് നെക്സ്റ്റോ എന്ന്. കാരണം ഡെയിലി വരുന്നവർക്ക് പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ തെറ്റിപ്പോകും, അതുപോലെ തിരക്കാണ്. പിന്നെ നമ്മൾ ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ വരുമ്പോഴേക്കും നമുക്ക് കണ്ടുപിടിക്കാൻ സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വഴി നീളെ തിരക്കും. അങ്ങനെ നമ്മൾ ഒരു നെക്സ്റ്റോയുടെ ഹൈപ്പർ മാർക്കറ്റിൽ വന്ന് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നെക്സ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ ഈ സ്വർണ്ണം വാങ്ങിക്കാൻ പോകുന്നത്, ഗോൾഡ് സൂക്ക്. ഇവിടുത്തെ സ്വർണ്ണം വാങ്ങിക്കുന്ന സ്ട്രീറ്റിന് പറയുന്ന പേരാട്ടോ ഗോൾഡ് സൂക്ക്. ഇവിടെയുള്ളവർക്കറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണോ ഞാനിത് പറയുന്നത്. അപ്പം നമ്മളെപ്പോലുള്ള മലയാളീസ് എല്ലാവരും സ്വർണ്ണം വാങ്ങിക്കാനായിട്ട് വരുന്നത് ഇവിടെ. മലയാളീസ് അല്ല, സൗദികളാണെങ്കിലും സുഡാനീസ് ആണെങ്കിലും ആരാണെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും സ്വർണ്ണം വാങ്ങിക്കാനൊക്കെ വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടുന്ന് വാങ്ങിക്കുന്നതിനുള്ള ഗുണമെന്ന് വെച്ചാൽ പണിക്കൂലിയിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ വില പേച്ച് വാങ്ങിക്കാൻ അറിയാവുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് സ്വർണ്ണം വാങ്ങിക്കുന്നത് ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ നല്ല സ്വർണ്ണമാണ്. നമ്മൾ സൗദിയിൽ നിന്ന് സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ ഒരു പ്രത്യേകത, വളരെ നല്ല സ്വർണ്ണമാണ് ഇവിടുന്ന് കിട്ടുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യണം. ഫൈനലി ഞങ്ങളതേ നെക്സ്റ്റോടെ പാർക്കിംഗ് കൊണ്ട് വണ്ടി ഇട്ടിട്ട് ഞങ്ങളതേ സ്വർണ്ണം വാങ്ങിക്കാനായിട്ട് വന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം കയറിയ ഗല്ലി എന്ന് പറഞ്ഞ ഇടവഴിയാട്ടോ. ആദ്യം കയറിയ ഗല്ലി 24 ക്യാരറ്റിൻ്റെ ആയിരുന്നു കേട്ടോ. നമുക്ക് വേണ്ടത് 22 ക്യാരറ്റ് ഗോൾഡാണല്ലോ. അപ്പോൾ 22 ഉള്ളത് 3ാമത്തെ ഗല്ലിയിലായിരുന്നു. അങ്ങനെ അവിടുത്തെ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു 3ാമത്തെ ഗല്ലിയിൽ പോകാൻ പറഞ്ഞു. ഞങ്ങൾ പിന്നെ അവിടെ വന്നു. ഒരു മാല എടുത്തു കേട്ടോ. കുറേ നേരത്തെ സെലക്ഷന് ശേഷം അവനൊരു മാല വാങ്ങിച്ചു. അപ്പോൾ അവിടുത്തെ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു ഹായ് ഒക്കെ കാണിക്കാൻ പറഞ്ഞു. പിന്നെ ചേട്ടൻ കുറേ ഹായ് ഒക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ വന്ന പാർക്കിങ്ങിലേക്ക് വന്നു കേട്ടോ. പാർക്കിംഗ് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എവിടെയാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം വേണം നമ്മൾ പോകാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ പെട്ടുപോകും. അങ്ങനെ ഞങ്ങളിതേ പാർക്കിംഗ് വന്നു. ഈ പാർക്കിങ്ങിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ഒരു പാർക്കിംഗ് താഴോട്ട് പോകുന്ന ഒരു ചുര ഇറങ്ങുന്ന പോലെയാണ് കേട്ടോ. സർക്കിൾ പോലെയാണ് അവർ ആ ഒരു പാർക്കിംഗ് ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു 6-7 സൈക്കിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ താഴെ ബേസ്മെൻറ്റിൽ ചെല്ലുന്നത്. അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. കുട്ടികൾക്കല്ല, നമുക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കും അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു ചുര ഇറങ്ങുന്ന പോലെ തന്നെയാണ് ഈ ഒരു പാർക്കിംഗ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബേസ്മെൻറ്റിൽ വന്നു. അവിടെ നിന്ന് നേരെ സിഗ്നലൊക്കെ കടന്ന് തിരക്കിപ്പെട്ട ഞങ്ങൾ തിരിച്ചാണ് വീട്ടിലേക്ക് വരുക കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് ഒരുപാട് സമയം എടുത്തു. ആ കടയിൽ ചെന്നിട്ട് സാധനം വാങ്ങിക്കാനായിട്ട് സമയം എടുത്തില്ല, പക്ഷെ അങ്ങോട്ട് പോകാനായിട്ട് ഒരുപാട് സമയം എടുത്തു. ചേട്ടായി വഴുന്നീൽ എന്നെ ചീത്ത വിളിച്ചാണ് പോയത്. കാരണം നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പോയ കാര്യം സാധിച്ചു എന്ന സന്തോഷത്തോടെ മടങ്ങി. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം.